മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 52ാമത്തെ ദശകത്തിൽ 5ഉം 6ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 5ാമത്തെ ശ്ലോകം. ജീവം ഹി കഞ്ചിദഭിമാനവശാത് സ്വകീയം മത്വാ തനൂജൈതി രാഗഭരം വഹന്ത്യ ആത്മാനമേവ തു ഭവന്തമവാപ്യ സൂനും പ്രീതിം യയുർന്ന കിയതീം വനിതാശ്ച ഗാവ. ഭഗവാൻ പശുക്കുട്ടികളുടെയും ഗോപാലബാലന്മാരുടെയും ഒക്കെ രൂപത്തിൽ വ്രജത്തിലേക്ക് തിരിച്ചു വന്നു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. അങ്ങനെ അത് തിരിച്ചു വന്നപ്പോൾ അവരൊക്കെ ഗോപസ്ത്രീകളും ഗോപന്മാരും ഗോപസ്ത്രീകളും അതുമാതിരി എല്ലാവരും പശുക്കളും അവരവരുടെ കുട്ടികളെ തിരിച്ചു കണ്ടപ്പോൾ ഉള്ളതായിട്ടുള്ള സന്തോഷത്തോടു കൂടിയിട്ട് അവരെ സ്വീകരിച്ചു എന്നാണ് പറഞ്ഞത്. അവർക്ക് ആർക്കും തങ്ങളുടെ മക്കളല്ല എന്നുള്ളതായിട്ടുള്ള ബോധം ഉണ്ടായില്ല. പശുക്കൾക്കും ഉണ്ടായില്ല, ഗോപസ്ത്രീകൾക്കും ഉണ്ടായില്ല. അവരൊക്കെ തങ്ങളുടെ കുട്ടികളാണ് വരുന്നത് എന്ന് തന്നെ വിചാരിച്ചു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇനി ഈ ശ്ലോകത്തിൽ ജീവം ഹി കഞ്ചിത് അഭിമാനവശാത് സ്വകീയം മത്വാ. അവർ ഇതുവരെ ഏതാണ് ഗോപസ്ത്രീകളും പശുക്കളും ഒക്കെ തന്നെ ഏതോ ഒരു ജീവാത്മാവ്, അതായത് ഓരോരുത്തർക്കും ഓരോ ജീവാത്മാവ് ആണല്ലോ ഉള്ളത്. എല്ലാം പരമാത്മാവ് തന്നെയാണെങ്കിലും അവിടെയൊക്കെ ആ ഉപാധിഭേദം കൊണ്ട് ഉള്ളതായിട്ടുള്ള ഒരു താഴ്ച ഉണ്ട് എല്ലാ ജീവാത്മാവിനും. പരിപൂർണം ആയിട്ടുള്ളതല്ല ആ ജീവൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതായിട്ട്, അതായത് അതുകൊണ്ട് പൊതിയപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ഒരു ആത്മവിശേഷം ആണ്, ആത്മഭാഗം, അവകാശം മാത്രമാണ് ആ ജീവാത്മാവ്. അങ്ങനെ ഏതോ ഒരു ജീവാത്മാവിനെ തൻ്റെ മകനാണ് എന്ന്, എൻ്റെയാണ് ഇത് എന്നുള്ളതായിട്ടുള്ള ബോധത്തോടു കൂടിയിട്ട്, എൻ്റെ മകൻ എന്ന് പറയുമ്പോൾ അല്ലെ എൻ്റെ കുട്ടി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു സന്തോഷാധിക്യം, മമതാബോധം, എൻ്റെ എന്നുള്ളതായിട്ടുള്ള ഒരു ബോധം. ആ ബോധം ഉണ്ടാകുമ്പോൾ കൂടുതൽ താല്പര്യവും സ്നേഹവും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ജീവം ഹി കഞ്ചിത്, ഏതോ ഒരു ജീവനെ തൻ്റേതാണ് എന്നുള്ളതായിട്ടുള്ള ബോധത്തോടു കൂടി, അഭിമാനവശാത്, എൻ്റെ എന്നുള്ളതായിട്ടുള്ള അഭിമാനം, അങ്ങനെ സ്വകീയം മത്വ, തൻ്റേത് എന്ന് വിചാരിച്ചിട്ട്, ആ അഭിമാനം കൊണ്ട് ഞാൻ എന്നുള്ളതായിട്ടുള്ള അഭിമാനം ഉണ്ടാകുമ്പോഴാണല്ലോ എൻ്റെ എന്നുള്ളതായിട്ടുള്ള ബോധം ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ എന്നുള്ളതായിട്ടുള്ള അഭിമാനം, അഹം എന്നുള്ളതായിട്ടുള്ള അഭിമാനം ഉണ്ടാവുമ്പോൾ എൻ്റെ എന്നുള്ളതായിട്ടുള്ള അഭിമാനം ഉണ്ടാവും. അപ്പോൾ ഏതോ ഒരു ജീവനെ, ഓരോ ശരീരത്തിലും ഓരോരോ ജീവൻ ഉണ്ട്. ജീവൻ എന്ന് പറയുമ്പോൾ ആ ശരീരം കൊണ്ട് ശരീരത്തിൻ്റെ ഉള്ളിൽ ഉള്ളതായിട്ടുള്ള ആത്മാവിനെ ആണ് പറയണത്. അപ്പം അങ്ങനെ ഉപഹിതമായിട്ടുള്ള ചൈതന്യം എന്നൊക്കെയാണ് അതിൽ സംസ്കൃതത്തിൽ പറയുക. ഉപാഹിതമായിട്ട് ഡീലിമിറ്റഡ് ബൈ എന്നൊക്കെയാണ് ഇംഗ്ലീഷിലൊക്കെ അതിന് പറയാറുള്ളത്. എന്തായാലും ആ ശരീരത്തിനുള്ളിൽ നിയന്ത്രിക്കപ്പെട്ടതായിട്ടുള്ള ഒരു ജീവനെ, എൻ്റെ പുത്രൻ എന്നുള്ളതായിട്ടുള്ള അഭിമാനം, ഞാൻ എൻ്റെ എന്നുള്ളതായിട്ടുള്ള ഒരു അഭിമാനം കൊണ്ട് സ്വകീയം മത്വ, തൻ്റേത് എന്ന് വിചാരിച്ചിട്ട് തനൂജയിതി രാഗഭരം വഹന്ത്യ, എൻ്റെ മകൻ എന്നുള്ളതായിട്ടുള്ള ആ ഒരു പ്രത്യേക സ്നേഹം, അവരവരുടെ കുട്ടികളോടുള്ളതായിട്ടുള്ളൊരു പ്രത്യേക സ്നേഹം ഉണ്ടല്ലോ, അങ്ങനെ ആ സ്നേഹത്തെ വഹിച്ചിരുന്നതായിട്ടുള്ള ആ ഗോപസ്ത്രീകൾ വഹന്ത്യ അപ്പം അങ്ങനെയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ഏതോ ഒരു ജീവനെ തൻ്റെ പുത്രന് എന്നുള്ളതായിട്ടുള്ള അഭിമാനം കൊണ്ട്, എൻ്റെ മകൻ എന്നുള്ളതായിട്ടുള്ള ആ ബോധത്തോടു കൂടി പ്രത്യേകം രാഗം, അവരോട് സ്നേഹബോധം ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു. ഓരോ ഗോപസ്ത്രീക്കും അവരവരുടെ പുത്രനോടുള്ളതായിട്ടുള്ള ഒരു മമതാബന്ധം ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. അങ്ങനെ ആ മമതാബന്ധം വഹിച്ചിരുന്നതായിട്ടുള്ള ആ ഗോപസ്ത്രീകൾക്ക് ഇപ്പം എങ്ങനെയാണ് ഈ ആത്മാനമേവതു ഭവന്തം, പരമാത്മാവായിട്ടുള്ള ഭഗവാനെ തന്നെ പുത്രനായിട്ട് കിട്ടി. ആത്മാനം അവിടെ അവരുടെ തന്നെ ആത്മാവാണ് അല്ലേ. ആ പരമാത്മാവിൻ്റെ ഒരു അംശം മാത്രമാണ് അവരും. ഈ ഗോപസ്ത്രീകളും ആ പരമാത്മാവിൻ്റെ ഒരു അംശം തന്നെയാണ്.
അപ്പം അങ്ങനെ ആ ആത്മാവായിട്ടുള്ള പരമാത്മാവായിട്ടുള്ള ഭഗവാനെ തന്നെ പുത്രനായിട്ട് കിട്ടിയിരിക്കുകയാണ്. മറ്റത് ഏതോ ഒരു ജീവാത്മാവിനെ പുത്രൻ എന്ന് കരുതി സ്നേഹിച്ചിരുന്നതായിട്ടുള്ള അവർക്ക് ഇവിടെ ആ പരമാത്മാവിനെ തന്നെ, എല്ലാവരിലും ഉള്ളതായിട്ടുള്ള ആ പരമാത്മാവിനെ തന്നെ പുത്രനായിട്ട് ലഭിച്ചപ്പോൾ ആത്മാനമേവതു ഭവന്തം, ആത്മാവായിട്ടുള്ള ഭഗവാനെ തന്നെ, അങ്ങയെ തന്നെ പുത്രനായിട്ട് ലഭിച്ചപ്പോൾ ഭവന്തം അവാപ്യ സൂനും, പുത്രനായി അവാപ്യ പ്രാപിച്ചിട്ട് പ്രീതിം യയുർന്ന കിയതീം, കിയതീം പ്രീതിം ന യയുഹു, കിയതീം പ്രീതിം, എത്രത്തോളം സന്തോഷമാണ് അവർക്ക് ഉണ്ടാവാതിരുന്നത്. അങ്ങേയറ്റം സന്തോഷം അവർക്ക് ഉണ്ടായി എന്നാണ്. ഭഗവാനെ തന്നെ പുത്രനായിട്ട് ലഭിച്ചപ്പോൾ അവരറിഞ്ഞിട്ടില്ല ഭഗവാൻ തന്നെയാണ് എന്നുള്ളതൊന്നും. എങ്കിലും ആ ഭഗവാനെ പുത്രനായിട്ട് ലഭിച്ചപ്പോൾ അവർക്ക് എത്രത്തോളം സന്തോഷമാണ് ഉണ്ടായത് എന്ന് പറയാൻ വയ്യ എന്നുള്ളതാണ് ഇവിടെ കവി പറയണത്. പ്രീതിം യയുർന്ന കിയതീം, കിയതീം പ്രീതിം ന യയുഹു, എത്രത്തോളം പ്രീതിയെയാണ്, സന്തോഷത്തെയാണ് ലഭിക്കാതിരുന്നത്. അപ്പം അങ്ങേയറ്റം സന്തോഷത്തെ പ്രാപിച്ചു അവർ എന്നാണ്. വനിതാശ്ച ഗാവഹ, ആരൊക്കെയാണത്? വനിതകളും ഗോപസ്ത്രീകളും അതേമാതിരി ഗോക്കളും. ആ ഗോക്കൾക്കും അവരവരുടെ കുട്ടികളെ ആണ് എന്ന് വിചാരിച്ച് ഭഗവാനെ തന്നെ വത്സനായിട്ട് കുട്ടിയായിട്ട് പശുക്കുട്ടിയായിട്ട് കിട്ടിയത് ഭഗവാനെ തന്നെയായിരുന്നു. അതുമാതിരി ഗോപസ്ത്രീകൾക്കും ഭഗവാനെ തന്നെ അവരവരുടെ കുട്ടികളായിട്ട് കിട്ടിയ എല്ലാവരുടെയും വേഷം ഭഗവാൻ തന്നെയാണല്ലോ ആടിയിരുന്നത്. അപ്പം അങ്ങനെ എല്ലാവർക്കും ഭഗവാനെ, ആ പരമാത്മാവായിട്ടുള്ള അങ്ങയെ തന്നെ പുത്രനായിട്ട് ലഭിച്ചിട്ട് എത്രത്തോളം സന്തോഷമാണ് ഉണ്ടാവാതിരുന്നത്. അങ്ങേയറ്റം സന്തോഷം ഉണ്ടായി എന്ന് സാരം. ജീവം ഹി കഞ്ചിത് അഭിമാനവശാത്, അഭിമാനം ഹേതുവായിട്ട്, ആ ആത്മാഭിമാനം ഞാൻ എന്നുള്ളതായിട്ടുള്ള അഭിമാനം ഹേതുവായിട്ട് കഞ്ചിത് ജീവം, ഏതോ ഒരു ജീവനെ പുത്രനായാണ് എന്ന് തനൂജയിതി, തൻ്റെ പുത്രനാണ് എന്നുള്ളതായിട്ടുള്ള ബോധത്തോടുകൂടി മത്വാ തനൂജയിതി രാഗഭരം വഹന്യ, എന്നിട്ട് തന്നെ അവർക്ക് അങ്ങേയറ്റം രാഗം സ്നേഹാധിക്യം അവരോടുണ്ടായി. ആ കുട്ടികളോട്, എല്ലാവർക്കും അവരവരുടെ കുട്ടികളോടുള്ളതായിട്ടുള്ള വാത്സല്യം സ്നേഹാധിക്യം ഉണ്ടായി. അത് പശുക്കൾക്കും ഗോപസ്ത്രീകൾക്കും രണ്ടു കൂട്ടർക്കും തുല്യമായിട്ടുണ്ടായി. അപ്പോൾ ആ പശുക്കളും ഗോപസ്ത്രീകളും ഒക്കെ ഇപ്പം എന്തായി? ആത്മാനമേവ, പരമാത്മാവായിട്ടുള്ള ഭഗവാനെ തന്നെ, അങ്ങയെ തന്നെ പുത്രനായിട്ട് ലഭിച്ചു. ആ മക്കളുടെയൊക്കെ വേഷത്തിൽ, രൂപത്തിൽ ഭഗവാൻ തന്നെയാണ് അവിടെ എത്തിയത്. അപ്പോൾ ആ ആത്മാനം ഏവ ഭവന്തം, പരമാത്മാവായിട്ടുള്ള അങ്ങയെ തന്നെ പുത്രനായിട്ട് ലഭിച്ചപ്പോൾ പ്രീതിം യയുർന്ന കിയതിം യയുഹു പ്രാപിച്ചു. എത്രത്തോളം പ്രീതിയെ ആണ് പ്രാപിക്കാതിരുന്നത് എന്നാൽ യയുഹു പ്രാപിച്ചില്ല. അത് എത്രത്തോളം അങ്ങേയറ്റം സന്തോഷത്തെ പ്രാപിച്ചു എന്നാണ്. വനിതാശ്ച ഗാവഹ, വനിതകളും ഗോപസ്ത്രീകളും ഗോക്കളും ഒരുപോലെ തന്നെ. ഇനി അടുത്ത ശ്ലോകത്തിൽ ഏവം പ്രതീക്ഷണ വിജൃംഭിത ഹർഷഭാര നിശേഷ ഗോപഗണലാളിത ഭൂരിമൂർത്തിം ത്വാമഗ്രജോപി ബുധേ കില വത്സരാന്തേ ബ്രഹ്മാത്മനോരപി മഹാൻ യുവയോർവിശേഷ. ഇനി ബലരാമൻ ഇതൊന്നും മനസ്സിലായില്ല എന്ന് പറയുകയാണ്. എന്താണ് ബലരാമന് മനസ്സിലാവാഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹവും ബലരാമനും കൃഷ്ണനും ഒക്കെ പരമാത്മാവ് തന്നെയല്ലേ എന്ന് ചോദിച്ചാൽ അവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ സകല ബ്രഹ്മമാണ് ബ്രഹ്മാവ്, അല്ല ബലരാമൻ. പക്ഷേ കൃഷ്ണനാകട്ടെ നിഷ്കള ബ്രഹ്മമാണ് എന്നാണ് അവിടെ വിശേഷം. അവർ തമ്മിലുള്ളതായിട്ടുള്ള വിശേഷം. സകലമൂർത്തിയാണ് ബലരാമൻ, നിഷ്കളമൂർത്തിയാണ് കൃഷ്ണൻ എന്നുള്ളതാണ്. അതാണ് ഈ ശ്ലോകത്തിൽ പറയണത്. ഏവം ഇപ്രകാരം പ്രദീക്ഷണ വിജൃംഭിത ഹർഷഭാര, പ്രദീക്ഷണം ഓരോ നിമിഷം കൂടുന്തോറും വിജൃംഭിതമായി വർദ്ധിച്ചു കൊണ്ടുവന്നതായിട്ടുള്ള ആ ഹർഷം, സന്തോഷം ഗോപന്മാർക്കും ഗോക്കൾക്കുമൊക്കെ ഓരോ ദിവസം കൂടുന്തോറും, ഓരോ ക്ഷണമേ കൂടുന്തോറും ഭഗവാനോടുള്ളതായിട്ടുള്ള, അല്ലെങ്കിൽ തങ്ങളുടെ കുട്ടികളോടുള്ള, അതാണല്ലോ കുട്ടികൾ എന്ന് വിചാരിച്ചിട്ടാണല്ലോ അവർ ഭഗവാനെ തന്നെ കുട്ടികളായിട്ട് കിട്ടിയവർക്ക്. പക്ഷേ തങ്ങളുടെ കുട്ടികളാണെന്നേ അവർക്ക് വിചാരമുള്ളൂ. അപ്പം അങ്ങനെ എന്തായാലും ആ കുട്ടികളോടുള്ളതായിട്ടുള്ള സ്നേഹവാത്സല്യം ഓരോ നിമിഷം തോറും കൂടി വന്നു എന്നാണ് പറയണത്. ഏവം പ്രദീക്ഷണം, ഓരോ ക്ഷണം തോറും വിജൃംഭിതമായ വർദ്ധിച്ചു വന്നതായിട്ടുള്ള ഹർഷഭാരം, സന്തോഷം, ആധിക്യം എന്തായ ഭഗവാന്റെ സാമീപ്യമാണ് അവർക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. പരബ്രഹ്മമായിട്ടുള്ള ഭഗവാന്റെ സാമീപ്യം എല്ലാവർക്കും ഉണ്ടായി. അത് അവരെ സ്പർശിക്കാനും ലാളിക്കാനും ഒക്കെ
ഉള്ളതായിട്ടുള്ള അവസരം, ഭഗവാനെ തന്നെയാണ് അവർ സ്പർശിക്കുന്നതും ലാളിക്കുന്നതും ഒക്കെ. അപ്പം അങ്ങനെ ഉള്ളതായിട്ടുള്ള ആ സന്ദർഭം കിട്ടിയത് കൊണ്ട് അവരുടെ സന്തോഷവും ഹർഷഭാരം വളരെയധികം വർദ്ധിച്ചു. അങ്ങനെ ആ ഹർഷഭാരത്തോടു കൂടിയതായ ഗോപഗണങ്ങളാൽ, ഗോപസമൂഹത്താലും ഗോക്കളാലും ഗോപഗണ ലാളിത ഭൂരിമൂർത്തി ഗോപഗണത്താൽ ലാളിക്കപ്പെട്ടതായ അനവധി ശരീരങ്ങളോടുകൂടിയ ഭൂരിമൂർത്തിയും, അനവധി ഓരോരോ ഗോപാലബാലൻ്റെയും ഓരോ പശു കുട്ടിയുടെയും ഉള്ളിൽ ഭഗവാൻ തന്നെയാണ് അതൊക്കെ ആ വേഷമായിട്ട് തിരിക്കണത്. അപ്പം അങ്ങനെ ആ ഓരോരോ വേഷത്തിലുള്ളതായിട്ടുള്ള ഭഗവാനെയും ആ ഗോപസ്ത്രീകളും ഗോപന്മാരും പശുക്കളും ഒക്കെ സന്തോഷത്തോടു കൂടി ലാളിച്ചു കൊണ്ടിരുന്നു എന്നാണ്. അങ്ങനെ ലാളിക്കപ്പെട്ട ഭൂരിമൂർത്തിയും അനവധി മൂർത്തിയോടുകൂടിയ ശരീരത്തോടുകൂടിയ അങ്ങയെ ത്വാം അങ്ങനെയുള്ള അങ്ങയെ അഗ്രജഃ അപി അഗ്രജനായ ബലരാമനും ബുബുധേ കില വത്സരാന്തേ ഒരു കൊല്ലം കഴിയാറായപ്പോഴേ ബലരാമനും ഇത് മനസ്സിലായുള്ളൂ എന്നാണ്. കൃഷ്ണൻ തന്നെയാണ് ഈ വേഷമൊക്കെ ധരിച്ചിട്ടുള്ളത് എന്ന് ബലരാമനും ഒരു വർഷം കഴിയാറായപ്പോഴേ മനസ്സിലായുള്ളൂ. വത്സരത്തിൻ്റെ അവസാനത്തിൽ ആണ് കഴിയാറായപ്പോഴേക്കും ബലരാമനും അത് മനസ്സിലായുള്ളൂ എന്നാണ്. അതുവരെ അദ്ദേഹത്തിനും ഇത് മനസ്സിലായില്ല. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പൂർണ്ണ ബ്രഹ്മം ആയിട്ടുള്ള രൂപമായിരുന്നില്ല, ബ്രഹ്മാത്മാവ് തന്നെയായിരുന്നു. എങ്കിലും അത് സകള ബ്രഹ്മം രൂപമായിരുന്നു ബലരാമൻ. പക്ഷേ കൃഷ്ണൻ നിഷ്കള ബ്രഹ്മം രൂപമായിരുന്നു എന്നാണ് അവിടെ വ്യത്യാസം പറയണത്. ബ്രഹ്മാത്മനോഹോ അപി ബ്രഹ്മാത്മാക്കളാണ് എങ്കിലും, അതായത് ബലരാമനും കൃഷ്ണനും ബ്രഹ്മസ്വരൂപം തന്നെയാണ്, ബ്രഹ്മത്തിൻ്റെ സ്വരൂപം തന്നെയാണ്. എങ്കിലും ബ്രഹ്മാത്മനോഹോ അപി ബ്രഹ്മത്തിൻ്റെ ആത്മാക്കൾ തന്നെയാണ് ബലരാമനും കൃഷ്ണനും. എങ്കിലും യുവയോഹോ നിങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ, ബലരാമനും കൃഷ്ണനും തമ്മിൽ വിശേഷം വ്യത്യാസമുണ്ട്, ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്നാണ്. രണ്ടുപേർക്കും തമ്മിലൊരു വിശേഷം വ്യത്യാസമുണ്ട്. എന്താണ്? മഹാൻ യുവയോർ വിശേഷ, മഹത്തായിട്ടുള്ളൊരു വ്യത്യാസം തന്നെയാണത്. ഒന്ന് സകളരൂപിയാണ്, മറ്റത് നിഷ്കളരൂപിയാണ് എന്നുള്ളതായിട്ടുള്ള അതിവലിയ വിപുലമായ ഒരു വ്യത്യാസം ബലരാമനും കൃഷ്ണനും തമ്മിൽ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ബലരാമനും ഇത് ഒടുക്കം അവസാനത്തിൽ മാത്രമേ, വർഷത്തിൻ്റെ അവസാനത്തിൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിച്ചുള്ളൂ എന്നാണ് കവി പറയണത്. ജീവം ഹി കഞ്ചിദഭിമാനവശാത് സ്വകീയം മത്വാ തനൂജൈതി രാഗഭരം വഹന്ത്യ ആത്മാനമേവ തു ഭവന്തമവാപ്യ സൂനും പ്രീതിം യയുർന കിയതീം വനിതാശ്ച ഗാവ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ആത്മാവതൊന്നതിനെ തന്നുടയെന്ന ഭാവാൽ പ്രേമിച്ചു ലാളന നടത്തിടുമമ്മമാരാം ഗോവൃന്ദ നാരിജനമെത്ര കൃതാർത്ഥരായി ആത്മാവിനാത്മനവിടുന്നഥപുത്രനാകേ. ഏവം പ്രതീക്ഷണ വിജൃംഭിത ഹർഷഭാര നിശേഷ ഗോപഗണലാളിത ഭൂരിമൂർത്തിം ത്വാമഗ്രജോപി ബുബുധേ കില വത്സരാന്തേ ബ്രഹ്മാത്മനോരപി മഹാൻ യുവയോർ വിശേഷ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ആനന്ദമേറി നിമിഷം പ്രതിയാവ്രജസ്ഥർ ലാളിച്ചിതാശു പലരൂപി ഭവാനെ വർഷം ജ്യേഷ്ഠനുകൂടി അറിവായിതു വത്സരാന്തേ ബ്രഹ്മാത്മരൂപരഥ നിങ്ങളുമേറെ വേറെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.